ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നരേന്ദ്രൻ ഇതുവരെ അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. നരേന്ദ്രന്റെ അച്ഛന്റെ കൊലപാതകവും ഈ മണിമാലയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. അവിടെ എന്തിനാ ജോലിക്കാര്? ഞാനും മോളും ഉണ്ടല്ലോ. ഓ, അപ്പൊ ഇവിടെ വരുമ്പോ മാത്രം എന്താ ചെയ്യാൻ പറ്റാത്തത്? ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിത്തരും, അത് തന്നെയാ അവരുടെ ജോലി എന്ന് കരുതി എപ്പോഴും അവരുടെ തലയെ കയറി നിരങ്ങണ്ട. രമയ്ക്ക് പുകയടിച്ചാൽ ശ്വാസം മുട്ടും, അമ്മയ്ക്ക് വയ്യ. മറ്റു സ്ത്രീകൾ ആരും ഇല്ലാത്തതുകൊണ്ടാ ജോലിക്ക് ആളെ വെച്ചിരിക്കുന്നത്. ഇവിടിപ്പോ നീയും അനസൂയയും ഐശ്വര്യയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവരെ നമുക്കങ്ങ് പറഞ്ഞു വിട്ടാലോ അമ്മേ? അതാലോചിക്കാവുന്നതാണ്. അയ്യേ, ഇതൊക്കെയാണോ ഇന്നത്തെ മെനു? ഓ, അടുത്തത്. അല്ല, ബീഫൊന്നുമില്ലേ? അനാഥാലയത്തില് 3 നേരവും ബീഫായിരുന്നോ? ഒന്നാമത് എനിക്കിതൊന്നും ഇഷ്ടല്ല. അതിനിടയില് ഇതിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അല്ല, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നേ? ആ കറി ഉണ്ടാക്കിയത് സീതയാ. ഞങ്ങൾ ഇതൊക്കെയാ കഴിക്കുന്നത്. മോക്ക് എന്താ വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞാ അവരതുണ്ടാക്കി തരും. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം അങ്ങനെ ഒരു പതിവില്ല ഇവിടെ. എന്താ വേണ്ടെന്ന് പറയേ, അതവരുണ്ടാക്കി തരും. ഇനി എപ്പോഴാ? വിശന്നിട്ട് പാടില്ല. മാഡം, ഇത് കഴിക്കണം. അമ്മ ഉണ്ടാക്കി തരുന്ന പോലത്തെ ഭക്ഷണം ഇത്. മാഡത്തിന് ഇഷ്ടാവും. ഞാൻ എന്ത് കഴിക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ദേ, നാവും വെച്ച് മിണ്ടാതിരുന്നോണം. എന്നും ഇവിടെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങിയ അപ്പൊ തുടങ്ങും എല്ലാരും കൂടെ. എന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. അർജുന്റെ വിവാഹശേഷമാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. എന്നുവെച്ചാ ഞാൻ വന്നതിന് ശേഷം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവള് തിന്നാ മതി, എന്നെ കൊണ്ട് തീറ്റിക്കണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിർത്തടി. എനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നോ? പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? ദേ, ഒന്ന് വച്ചെന്നാണ്ടല്ലോ. എന്താ ഇവിടെ? എന്റെ പൊന്നു രമേ, ഇവിടെ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. കൊറേ ദിവസം കൊണ്ട് ഇവിടെ മാറിയും തിരിഞ്ഞും ചെകിട്ടത്തടിയ. നീ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വിലക്കല്ലാത്തിനെ. വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എല്ലാവരും കൂടി. മുഖം മുറിച്ചൊന്നും പറയാനും പറ്റില്ല. അത് അവരാരും മനസ്സിലാക്കിയില്ല. ജയേട്ടനല്ലേ മുഖം മുറിഞ്ഞൊന്നും പറയാൻ പറ്റാത്തത്? എനിക്കത് പറ്റും. ഇപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? നിന്റെ പുതിയ മരുമോൾക്ക് ഈ ഇരിക്കുന്നതൊന്നും പോരാന്ന്. നമ്മളെല്ലാവരും ഇതല്ലേ കഴിക്കുന്നത്. പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? ഇവളുടെ പ്രഹസനം കണ്ട് ആ പെങ്കൊച്ചെന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂന്നോ? ഏട്ടത്തി മിണ്ടാതിരിക്കേ. ആ ചിന്നു, ഇവിടെ ഉള്ളവർക്കെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാനല്ല ഇവിടെ ഉള്ളവര്. ആരെന്തു വേണോന്ന് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കണം.
അതിന് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം. ഇവിടെ ഉള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കണം. ആ സമാധാനം ഇല്ലാതാക്കുന്നത് ജോലിക്കാരായ നീയൊക്കെയാ. പൈസയും തരണം, നിന്റെയൊക്കെ ഇഷ്ടത്തിന് കഴിക്കുകയും വേണോ ഇവിടെ ഉള്ളവരൊക്കെ? തന്നിഷ്ടത്തിനാണെങ്കിൽ അത് ഈ വീടിന് പുറത്ത്. അത് തന്നെ. ശിവദാസന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഇനി ഇളയ മകളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. മണിമാല നമ്മുടെ കയ്യിൽ കിട്ടാൻ സമയമായി എന്ന് എന്റെ മനസ്സു പറയുന്നു. അങ്ങനെ അത് കിട്ടുമ്പോ ഏറ്റുവാങ്ങേണ്ടയാളെ ഇതുവരെ നമുക്ക് കണ്ടെത്താനായില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ നമ്മൾ തിരക്കി നടക്കുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഒരു തിരിഞ്ഞുനോട്ടത്തിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനാവില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിനും കാരണം മണിമാല തന്നെയാണ്. മണിമാല കയ്യിലേക്ക് വരുന്ന ആ സമയത്ത് നമ്മൾ അവരെയും കണ്ടുമുട്ടും. എല്ലാം ഭംഗിയായി തന്നെ അവസാനിക്കും. ഞാൻ ആ പെണ്ണിനെ ഒന്നും കൂടി ഒന്ന് തപ്പി നോക്കട്ടെ. ഏത് വഴി പോയാ അവിടെ എത്തുക എന്നാ എന്റെ സംശയം. ഇനിയും സമയം കളഞ്ഞാലേ ആ പെണ്ണ് മണിമാലയെ മറ്റൊരു സ്ഥലത്തെത്തിയ അവിടെ തീർന്നല്ല. ശിവദാസനും ആ പെണ്ണുമായിട്ട് ഇപ്പോഴും കാണുന്നുണ്ടോന്നറിയില്ല. ഭയക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആരും അറിയാതെ, നാട്ടുകാരും അറിയാതെ ശിവദാസനും അയാളുടെ ഇളയ മകളും കൂടി മണിമാല ദേവീ സന്നിധിയിൽ വെച്ചാൽ പിന്നെയും 12 വർഷം കാത്തിരിക്കേണ്ടി വരും അതെടുക്കാൻ. അതുകൊണ്ട് എത്രയും വേഗം എല്ലാം ചെയ്തു തീർക്കണം. നരേന്ദ്രൻ ഇതുവരെ അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. നരേന്ദ്രന്റെ അച്ഛന്റെ കൊലപാതകവും ഈ മണിമാലയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. അതെ, ആര് ചെയ്തുവെന്നറിയില്ലെങ്കിലും അന്ന് പോലീസ് ശേഖരിച്ച തെളിവുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായതാ. മണിമാലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരച്ഛന്റെ മകനാ നീ. അപ്പോ മണിമാലയുടെ അവകാശി നീ തന്നെയാണ്.